മുസ്ലിം ലോകം എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് ലോകത്തിന് വിശാലമായി ഇത്രയും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തൊരു പ്രസ്ഥാനം ഉണ്ടാവില്ല. പാശ്ചാത്യർക്ക് അനുകൂലമായിട്ട് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് ബ്രിട്ടീഷുകാരാണല്ലോ അന്ന് പലസ്തീനിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഒരു ഭാഗത്ത് പൂർവ്വ പാകിസ്ഥാനും ഒരു ഭാഗത്ത് പശ്ചിമ പാകിസ്ഥാനും ഉണ്ടാക്കിയത് എന്തിനാണ്? ഇന്ത്യക്കൊരു അശാന്തി ഉണ്ടാക്കാനാണ്. ഈ മേഖല ഒന്നും അശാന്തമായി നിൽക്കണം. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈസാ അലൈഹി ഇസ്ലാമിനെ കാത്തിരിക്കുന്ന ഒരു സമൂഹം. കാത്തിരിക്കാമെന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെ മേലോട്ട് നോക്കി കാത്തിരിക്കാമെന്നല്ല. ഈസാ അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം വന്നാൽ ഇപ്പോൾ അത് അഭിവീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിന് ഒരു ചരിത്രപരമായൊരു സംഗതിയുണ്ട്. ഇസ്ലാം വളരെ പെട്ടെന്ന് മുസ്ലിം ലോകം എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് ലോകത്തിന് വിശാലമായി ഇത്രയും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തൊരു പ്രസ്ഥാനം ഉണ്ടാവില്ല. അങ്ങനെ ആയി വരുന്നത് തന്നെ ഒരുപാട് അപജയങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഖിലാഫത്തുർ റാഷിദ തകർന്നു. പിന്നെയുള്ളത് രാജാധിപത്യത്തിലേക്കും രാജവാഴ്ചയിലേക്കൊക്കെ പോയല്ലോ. അതിന് സ്വേച്ഛാധിപത്യത്തിലേക്കൊക്കെ പോയി. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ 13 നൂറ്റാണ്ട് കഴിയാണ്. ഇത്രയും നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള ഇതിൽ മുസ്ലിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ഇനി ലോകത്തിനൊരു നന്മ. ഇപ്പോൾ പശ്ചിമേഷ്യയിലൊക്കെ നമുക്കുണ്ടാകുന്ന ഈ ഒരു വൈകാരികമായൊരു സംഗതി ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ പശ്ചിമേഷ്യയിൽ വളരെ കഷ്ടപ്പെടുന്ന ഒരു മുസ്ലിം സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്, പലസ്തീനികളെ. അപ്പോൾ അവിടെ എന്നാണ് ഇനി ഒരു മാറ്റം വരികയെന്ന് ചോദിച്ചാൽ ഈസാ അലൈഹി ഇസ്ലാമിന് വേണ്ടിയിട്ട് കളമൊരുങ്ങുകയാണ് എന്ന് തോന്നുന്നത്. ഈസാ നബി വരെ എവിടെയാണ്? ആ പശ്ചിമേഷ്യയിൽ തന്നെയാണ്, അതായത് ഡമാസ്കസിലാണ് അദ്ദേഹം ഇറങ്ങുക. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഈ ജൂത സമൂഹത്തെയാണ്, ദജ്ജാലിൻ്റെ നേതൃത്വത്തിലുള്ള ജൂത സമൂഹത്തെയാണ് അദ്ദേഹത്തിന് എതിർക്കാനുണ്ടാവുക. അതൊക്കെ വിശദമായിട്ട് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആ സമയത്ത് പറയാം. ആ ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ ലോകത്തുണ്ടായിട്ടുള്ള ഒരു അസമാധാനം, ഇസ്ലാമിൻ്റെ ഭാഗത്തുള്ള അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹം. അപ്പോൾ അവരുടെ ഒരു പ്രതീക്ഷയാണ് എന്ത്? ഈസാ നബി. ആ പ്രതീക്ഷ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന, അല്ലെങ്കിൽ പാശ്ചാത്യർക്ക് അനുകൂലമായിട്ട് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട്, ബ്രിട്ടീഷുകാരാണല്ലോ അന്ന് പലസ്തീനിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ഇന്ത്യയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. മുസ്ലിം ലോകത്ത് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നത് ബ്രിട്ടീഷ് കോളോണിയൽ വാഴ്ച കൊണ്ടാണ്. ഈ അസമാധാനത്തിൻ്റെ ഒക്കെ മൂല കാരണം. ഇപ്പോൾ ഇന്ത്യ വിഭജിച്ച് പോയത് എന്തിനാണ്? ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെടുമ്പോൾ ഒരു ഭാഗത്ത് പൂർവ്വ പാകിസ്ഥാനും ഒരു ഭാഗത്ത് പശ്ചിമ പാകിസ്ഥാനും ഉണ്ടാക്കിയത് എന്തിനാണ്? ഇന്ത്യക്കൊരു അശാന്തി ഉണ്ടാക്കാനാണ്. ഈ മേഖല ഒന്നും അശാന്തമായി നിൽക്കണം. എന്നിട്ട് ഇവിടെ പരമാവധി അവരുടെ ആയുധം വിൽപ്പന നടത്തണം. ഇതാണ് അവരുടെ താല്പര്യം. അതിനു വേണ്ടിയിട്ടാണ് ചരിത്രത്തെ വളച്ചൊടിക്കുകയും ചരിത്രത്തിനെ ഈ രീതിയിൽ ഇസ്ലാം വിരുദ്ധമാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ അവരുടെ പ്രതീക്ഷയിൽ ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്തുന്നില്ല. ഇദ്ദേഹമാകട്ടെ എന്താ പറയുന്നത്, ഒരു ഗ്രൂപ്പ്, ഒരു കൾട്ടായിട്ട് മാറുകയാണ്. കുറച്ച് ആളുകളെ അവർ വഴിയെത്തിയ ആളുകൾ മാത്രമേ മുസ്ലിങ്ങളുള്ളൂ എന്നുള്ള വിശ്വാസം. അങ്ങനെ 889 900 ആയപ്പോൾ ആ 900-ൽ വഴിത്തിരിവുണ്ടാകുന്നത്. ഓരോ 10 കൊല്ലം കഴിയുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ക്രമപ്രവൃത്തമായ വളർച്ച ഉണ്ടാകുന്നത്. അതായത് ഓരോ ദശ, വ്യൂപദശ എന്നൊക്കെ പറയുന്ന മാതിരി. അങ്ങനെ 900-ലാണ് അദ്ദേഹത്തിന് ഈ യഥാർത്ഥ പ്രവാചകത്വവാദം അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിനു മുമ്പ് മസീഹാണ്, മുജദ്ദിദാണ്, മഹ്ദിയാണ്, അങ്ങനെയുള്ള ഓരോരോ അങ്ങനെ വാദങ്ങൾ. പ്രവാചകനാണ് തന്നെ. അപ്പോൾ അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് സ്വയം പ്രഖ്യാപിക്കുന്നതിന് പകരം ഒരു തന്ത്രപൂർവമായ പ്രഖ്യാപനമാണ് നടക്കുന്നത്. ഒരു ജുമാ ഖുതുബയിൽ അദ്ദേഹം ഒരിക്കലും ഖുതുബ ഓതിയിരുന്നില്ല. അതൊക്കെ വേറൊരു നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. പ്രവാചകൻ വന്നിട്ട് ഇമാമത്ത് നിൽക്കുകയോ ഖാദി എന്ന നിലക്കുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയോ അല്ലെങ്കിൽ എന്താ പറയുക, ഖുതുബ നിർവഹിക്കുകയൊക്കെ ചെയ്യണ്ടേ? അതൊന്നും ഇദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഖത്തീബായിട്ട് മൗലവി അബ്ദുൽ കരീം ഉണ്ടായിരുന്നു. അതിൽ ആ കൂട്ടത്തിലുള്ളൊരു പണ്ഡിതനാണ്. ഈ അബ്ദുൽ കരീമായിരുന്നു അവരുടെ ആസ്ഥാന ഖത്തീബും ഒക്കെ. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ഖുതുബയിൽ പറയാണ്, നമുക്കിടയിൽ ഒരു പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ട്, മൂസയെപ്പോലെ, മുഹമ്മദിനെപ്പോലെ, ഈസയെപ്പോലെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വാഭാവികമായിട്ടും അത് അവർക്കിടയിൽ അതുവരെ ഉണ്ടായിരുന്ന അനുയായികളിൽ തന്നെ എന്താണ് മുറുമുറുപ്പുണ്ടായി.
അതിൽ പിന്നെ മുഹമ്മദ് ഹസൻ അമ്രോഹി എന്ന് പറഞ്ഞ അവരുടെ ഒരു പ്രായാധിക്യമുള്ള ഒരാൾ എഴുന്നേറ്റ് എന്ന് ചോദിച്ചപ്പോൾ തന്നെ മൗലവി സാഹിബ് നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ലല്ലോ, നമ്മുടെ സാഹിബ് ഒരിക്കലും പ്രവാചകനാണെന്നുള്ള അവകാശപ്പെട്ടിട്ടില്ലല്ലോ, വാദം ഉന്നയിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ ഉറപ്പിച്ച് പറയും, നമ്മുടെ കൂട്ടത്തിലുള്ള പ്രവാചകൻ ഒരിക്കലും ഒരു പദവിയും കുറവല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പ്രസംഗം അവസാനിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പം ഇവർ വാക്കേറ്റം തുടർന്നു. 2 ഗ്രൂപ്പായി. ആ പള്ളിയിൽ വന്നുള്ള ആളുകൾ കൂടുതലും പിന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളാണല്ലോ, അവരിങ്ങനെ തർക്കി ഇദ്ദേഹം അവിടെ ഉണ്ട്. അവസാനം അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ആ തർഫോൾ വസ്വാദക്കും ഫോക്കസ് ഔത്ത് നബിജി, നിങ്ങളുടെ ശബ്ദം ഒരു പ്രവാചകൻ്റെ ശബ്ദത്തേക്കാൾ ഉയരരുത്. അതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ശരിക്കും നടക്കുന്ന അന്നാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം എഴുതുന്നൊരു പുസ്തകമാണ് അർബഈൻ. അർബഈൻ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമല്ല, 40 പുസ്തകങ്ങളുടെ 40 ലഘുലേഖകൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ആദ്യഘട്ടമാണ്. നേരത്തെ ബറായിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ അത് 4 അവസാനിക്കുകയാണ്. ഓഫറാണ് 40ൻ്റെ. ആ 40 പുസ്തകങ്ങളിൽ അർബഈൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം എന്താണ് ശരീഅത്ത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ശരീഅത്തോടുകൂടിയുള്ള പ്രവാചകത്വം അദ്ദേഹം വാദിച്ചിട്ടില്ല എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോഴും പറയുന്നതാണ് ശരീഅത്തോടുകൂടിയുള്ള പ്രവാചകത്വം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ അതിൽ അദ്ദേഹം ശരീഅത്ത് എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഒരു സമൂഹത്തിന് നിയമവ്യവസ്ഥകൾ, നിരോധനങ്ങളും ചെയ്യാൻ അനുവദനീയങ്ങളും നിരോധനങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു പുതിയ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് അറിയിപ്പ് കിട്ടുകയാണെങ്കിൽ അതാണ് ശരീഅത്ത്. ആ അടിസ്ഥാനത്തിൽ എനിക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി പുതിയ കാര്യങ്ങൾ തന്നെ ആവണമെന്നില്ല. വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നത് എന്താണ്, ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹിമ വ മൂസ. അപ്പോൾ ഖുർആനിൽ തന്നെ സുഹുഫി ഇബ്രാഹിമും മൂസയുടെയും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുള്ള ആശയങ്ങൾ വിശുദ്ധ ഖുർആനിലുള്ളതുപോലെ വിശുദ്ധ ഖുർആനിലുള്ള കാര്യങ്ങൾ എൻ്റെ വഹിയിലുണ്ടായാലും ഞാൻ ശരീഅത്തോടു കൂടിയുള്ള പ്രവാചകനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇവർ പിൽക്കാലത്ത് അതിനെ തിരുത്തിയാണ്. പിന്നീട് നാം കാണുന്നത് മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനിയുടെ അനുയായികൾ 2 ഗ്രൂപ്പായി വരുന്നതാണ്. ഗ്രൂപ്പ് പറഞ്ഞാൽ എങ്ങനത്തെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അത് വളരെ രസകരമായൊരിതാണ്. ഇവർ പിന്നെ പല കാര്യത്തിലും, അതായത് മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനിയെ വിശ്വസിക്കാത്തവർ മുസ്ലിങ്ങളാണോ കാഫറുകളാണോ വിശ്വാസികളാണോ എന്ന കാര്യത്തിലൊക്കെ ഇവർക്ക് തർക്കമുണ്ട്. അതായത് ഒരു അവ്യക്തത നിലനിൽക്കുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു പുസ്തകം എഴുതാണ്, ഏക് ഗലത്തീക്ക ഇസാല. നേരത്തെ ഇസാല ഔഹാം എഴുതിയ പോലെ ഏക് ഗലത്തീക്ക ഇസാല 1901 അത് എഴുതുന്നത്, ഡൗട്ട് ക്ലിയറൻസ്. അതിൽ പക്ഷേ അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു പ്രവാചകൻ പുതുതായിട്ട് വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടുള്ള നേരത്തെ വന്ന പ്രവാചകൻ്റെ ഒരു അവതാരമാണെന്ന്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന പോലെ ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് ഖാദിയാനിലും രണ്ടാമത് വന്നിട്ടുള്ളത്. ആ ഒരു അവതാര രീതി വളരെ കുറേ പേജുകളെ അതുള്ളൂ. പക്ഷേ അത് എത്ര പ്രാവശ്യം വായിച്ചാലും അതിൽ നിന്ന് പുതിയൊരാശയം അല്ലെങ്കിൽ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാവില്ല. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്, മലയാളത്തിലുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും ഉറുദുവിലും ഇംഗ്ലീഷിലുള്ളതൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചു നോക്കിയാലും ഇദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് ക്ലിയർ അല്ല. കാരണം തെറ്റിദ്ധാരണ നീക്കുകയല്ല, തെറ്റിദ്ധാരണ കൂടുക ചെയ്യുക അത് വായിച്ചാൽ. അപ്പോൾ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ധാരണ കൺഫ്യൂഷൻ കൂടും. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അതിന് ശേഷം എഴുതിയുള്ള പുസ്തകങ്ങളിലൊക്കെ കുറച്ചുകൂടി ഇതായിട്ട് ഒരു പ്രവാചകത്വത്തിൻ്റെ രീതി നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോഴേ അറിയുള്ളൂ. അതിൽ പിന്നെ ഇവർ തമ്മിൽ തർക്കമുണ്ടായി. 1914 2 ഗ്രൂപ്പായി മാറി. ആ സമയത്ത് മരണത്തിന് ശേഷം അത് പറയാത്. അപ്പോൾ അതിൻ്റെ ശേഷം ഇവർ പറയുന്നുണ്ട് 1901 മുമ്പുള്ള പുസ്തകങ്ങളാണ് നമ്മൾ ഹുജ്ജത്തായിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ല, അതിന് ശേഷമുള്ള ഖാദിയാനി വിഭാഗം പറയും അതിന് മുമ്പുള്ളത് പലതും പറഞ്ഞു വരും. അപ്പോൾ അതിന് ശേഷമുള്ളത് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം വരുന്നത് നമുക്കങ്ങനെ 1900 മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി പ്രവാചകത്വം വാദിച്ചത്. അന്ന് മുതലാണ് അദ്ദേഹം പ്രവാചകനായത് എന്നങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ വേറെ പ്രശ്നം വരും. ഇവരൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ വലവ് തഖബ്ബല അലൈന ബഅദൽ അഖാവി എന്ന് പറഞ്ഞിട്ട് ഒരായത്തുണ്ട് അൽ-ഹഖയിൽ. അതിൽ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഇവരുടെ വ്യാഖ്യാനപ്രകാരം ഒരാൾ പ്രവാചകത്വം വാദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇയാളുടെ വ്യാഖ്യാനമാണ് 23 വർഷക്കാലം മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ വ്യാജവാദിയാണ്.
അത് ഖുർആൻ്റെ ഒരു ദുർവ്യാഖ്യാനമാണ്. അവരുടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഇങ്ങനെ അതുവരെ നിഷേധിക്കുന്നൊരു സംഗതിയല്ല. അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ സത്യതയ്ക്കുള്ളൊരു മാനദണ്ഡമായിട്ട് മുമ്പോട്ട് വെക്കുകയാണ്. 23 വർഷം അദ്ദേഹം ജീവിച്ചിരിക്കണം പ്രവാചകത്വവാദമായിട്ട്. 1908 മാർച്ച് 26 അദ്ദേഹം മരിച്ചു എന്നുള്ള എല്ലാവർക്കും ഉറപ്പാണ്. അപ്പോൾ 8 വർഷം മാത്രമാണ് അദ്ദേഹം പ്രവാചകത്വവാദിയുമായിട്ട് നിന്നത്. അപ്പോൾ 15 വർഷത്തിൻ്റെ കുറവുകൊണ്ട് അദ്ദേഹം എന്താവില്ല, യഥാർത്ഥ സത്യവാദിയാവില്ല. അതുകൊണ്ട് അത് അങ്ങോട്ടും എടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരു കുടുക്ക് അവർക്കുണ്ട്. യഥാർത്ഥത്തിൽ അതിന് മുമ്പ് ഈ തിരിയാക്കുൽ കുലൂബിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ അവിശ്വസിച്ചത് കൊണ്ടൊന്നും ഒരാളും കാഫറാവുകയില്ല, കാരണം ഞാൻ ശരീഅത്തുള്ള പ്രവാചകനല്ല. അപ്പോൾ ശരീഅത്തുള്ള പ്രവാചകനെ നിഷേധിച്ചാലേ ഒരാൾ കാഫറാവുകയുള്ളൂ. അപ്പോൾ 127 പേജിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതേസമയം ഹഖീഖത്തുൽ വഹി എഴുതുന്ന 1907 അതിൽ അദ്ദേഹം പറയുന്നത്, എന്നെ നിഷേധിച്ചവൻ മുഹമ്മദ് നബിയെ നിഷേധിച്ചവരാണ്, എന്നെ നിഷേധിക്കുന്നത് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുമാണ്. അപ്പോൾ ഈ വ്യത്യാസം എന്താണ്? 1901 മുമ്പും പിമ്പുമുള്ള വ്യത്യാസമാണ്. ആ ലാഹോരി വിഭാഗം പറയുന്നത് പഴയകാല രചനയിലെ ഈ അഭിപ്രായമാണ്. അപ്പോൾ അവർ തമ്മിൽ പിളരാനൊക്കെ ഉണ്ടായ കാരണം വേറെയാണ്, അത് പറയാം. ഇവിടെ 1901 അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഈ പുസ്തകം എഴുതി. പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം 1904 പുതിയൊരു വാദം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരമാണ്, ഹിന്ദുക്കൾക്ക് കൂടിയുള്ള ഒരു അവതാര പുരുഷനാണ്. അത് ശ്രീകൃഷ്ണൻ്റെ 10ാമത്തെ അവതാരം, അല്ല മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരം കൽക്കി എന്ന് പറഞ്ഞതിലപ്പുറം അദ്ദേഹം പറയുന്നത് ശ്രീകൃഷ്ണ അവതാരമാണ്. പക്ഷേ നമുക്ക് ഈ തദ്കിറ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വഹി മുഴുവൻ വായിച്ച് നോക്കുകയാണെങ്കിൽ അതിലൊരൊറ്റ വാചകം മാത്രമാണ്, ഹേ രുദ്രഗോപാൽ ഹേ കൃഷ്ണ തേരി മഹാത്മാ ഗീതാമേ മൗജൂദ് ഹേ. ഈ ഒരു വഹി മാത്രമാണ് ഇത് സംബന്ധമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അത് മതിയാവും, കാരണം നിൻ്റെ മഹത്വം ഗീതയിൽ വാഴ്ത്തിയിട്ടുണ്ട്, അല്ലയോ കൃഷ്ണ, അല്ലയോ രുദ്രഗോപാല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ലെക്ചർ സിയാൽക്കോട്ട് എന്ന് തന്നെ. സിയാൽക്കോട്ടിലെ ഒരു പ്രസംഗത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഹിന്ദു സമൂഹത്തിനും കൂടി ഞാൻ ഇതിനു വേണ്ടി വെച്ചു. പിന്നീട് അദ്ദേഹം മസീ ഹിന്ദുസ്ഥാൻമേ എന്ന പുസ്തകത്തിൽ ഞാൻ ബുദ്ധമതക്കാർ പ്രതീക്ഷിക്കുന്ന ഭഗവാൻ മത്തിയാണ് എന്ന് പറയുന്നുണ്ട്. അതുന്നത് അതിന് മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആദം ഹൂ മേ ശീഷ് ഹൂ മേ നൂ ഹൂ മേ ഇബ്രാഹിം ഹൂ, അങ്ങനെ പറഞ്ഞ എല്ലാ പ്രവാചകന്മാരുടെ പേരും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹഖീഖത്തുൽ വഹിയിലും അതുപോലെ പല പുസ്തകങ്ങളിലും അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത്. എന്ന് വെച്ചാൽ അത് എന്താ അയാൾ പറയുന്നത് വെച്ചാൽ, ഇവരുടെ മുഴുവനും ഗുണങ്ങൾ എന്നിലേക്ക് ആവാഹിച്ചിട്ടുണ്ട്.